അപ്പു ഒരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് അറിഞ്ഞപ്പോ ഞാനും നിങ്ങളും ഒരുപോലെയാണ് തകർന്നു പോയത്. അവൾ ഒരിക്കലും ഒരാണായിട്ട് എനിക്കോ നിങ്ങൾക്കോ മനസ്സിന്റെ ഒരു കോണിൽ പോലും അംഗീകരിക്കാനാവുമായിരുന്നില്ല. അവളെ തിരിച്ചു കൊണ്ടുവരാൻ അനുനയത്തിന്റെയും ഭീഷണിയുടെയും ഉൾപ്പെടെ എല്ലാ വഴികളും നമ്മൾ നോക്കി. പക്ഷേ എത്രയൊക്കെ നിർബന്ധിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും അപ്പു സ്വന്തം തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വേദനയോടെ നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചത് മുഴുവൻ ജീവിതത്തിൽ വീണുപോയ ഇരുട്ടുമായി എങ്ങനെ പൊരുത്തപ്പെടാമെന്നായിരുന്നു. ആ ഇരുട്ടിൽ അപ്പുനെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോ തിരിച്ചു നടക്കാനുള്ള വെളിച്ചം എനിക്ക് കിട്ടി. പക്ഷെ നിങ്ങൾക്കോ? ഒരിക്കലും നിങ്ങൾ ആ ഇരുട്ടിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചതേയില്ല. ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, ആ ഇരുട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒരു വലിയ കോട്ട തന്നെ കെട്ടി. സ്വന്തം ചോരയിൽ പറന്ന കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലാൻ വരെ. മതി, നിർത്ത്. ശരിയാണ്, ഞാൻ അതിന് ശ്രമിച്ചു. പക്ഷെ അവളെ മാത്രം ഇല്ലാതാക്കി ശേഷിച്ച കാലം സുഖമായി കഴിയാനല്ല വിജയപണിക്കർ ശ്രമിച്ചത്. അവളുടെ തെറ്റിന് നമ്മൾ 3 പേർക്ക് ഒരുമിച്ച് ശിക്ഷ വിധിക്കുകയും അത് അനുഭവിക്കാനും തയ്യാറായവനാണ് ഞാൻ. പക്ഷെ അന്നു മുതൽ നിങ്ങൾ അമ്മയും മോളും അതൊരു സൗകര്യമാക്കി എടുത്തു. മകളെ കൊല്ലാൻ നോക്കി അച്ഛനായി എന്നെ ചിത്രീകരിച്ചു. ആയിക്കോട്ടെ, പരാതിയില്ല. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ മാക്സിമം അപമാനിച്ചു. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കില്ലേ? സ്വന്തം മകളെ തിരുത്താനും നേർവഴിക്ക് നിർത്താനും എന്നാൽ കഴിയും വിധം ഞാൻ ശ്രമിച്ചു. പക്ഷെ അതൊരിക്കലും സാധ്യമാവില്ല എന്ന് കണ്ടപ്പോ ഒഴിവാക്കാൻ നോക്കി. അതൊരു മഹാപരാധമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അന്നും ഇന്നും. അപ്പൊ എന്നെ ഒഴിവാക്കാൻ നോക്കിയതോ? എന്തായിരുന്നു എനിക്കെതിരെയുള്ള ചാർജ് ഷീറ്റ്? അപ്പുവിനെ പ്രസവിച്ചു പോയി എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? പറയണം. അവളെ തിരുത്തുന്നതിന് പകരം അവളെ സപ്പോർട്ട് ചെയ്തു. ഗീതാലക്ഷ്മി എന്ന അമ്മ കൂടി മനസ്സ് വച്ചിരുന്നെങ്കിൽ അപ്പൊ ഇപ്പോഴും പെണ്ണായിട്ട് ജീവിച്ചേനെ. ശരിയാണ്, പക്ഷെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. അപ്പു ഇപ്പോഴും പെണ്ണായിരുന്നേനെ. പക്ഷേ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. സ്വന്തം മകൾ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവൾക്ക് ഇഷ്ടമുള്ള ജെൻഡറിൽ അവൾ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചതാണോ ഗീതാലക്ഷ്മി ചെയ്ത തെറ്റ്? അതിനാണോ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? കോടതിയിൽ ഞാനൊരു ഭ്രാന്തിയാണെന്ന് തെളിയിക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയത്? പറയണം വി പി, എന്തായിരുന്നു ശരിക്കും എന്റെ പേരിലുള്ള കുറ്റം? തെരയില്ലല്ലേ? വേണ്ട. വക്കീലിനെയും കോടതിയുടെയും സഹായമൊന്നുമില്ലാതെ ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കാം, സന്തോഷത്തോടെ. പക്ഷെ അതിനു മുമ്പ് വി പി എനിക്ക് 2-3 കാര്യങ്ങൾ സാധിച്ചു തരണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, നിങ്ങളെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കാവുന്ന കാര്യങ്ങൾ. പറഞ്ഞോളൂ. ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് നിങ്ങൾ എനിക്കും എൻ്റെ കുഞ്ഞിനും വാഗ്ദാനം ചെയ്ത ജീവനാംശമുണ്ടല്ലോ, അതെനിക്ക് ആവശ്യമില്ല. നിങ്ങളെപ്പോലെ ഭീരുവും ദുരഭിമാനിയുമായ ഒരു മനുഷ്യൻ ദാനമായി നൽകുന്ന ജീവനാംശത്തിന്റെ ഔദാര്യത്തിൽ കഴിയാൻ ഞാനും അപ്പോ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ ഈ സമ്മതപത്രത്തിൽ ഞാൻ ഒപ്പിടുന്ന കാര്യം തൽക്കാലത്തേക്ക് അപ്പോ അറിയരുത്. അവളെ സങ്കടപ്പെടുത്തി ഞാനിതിന് തയ്യാറാകുന്നത് നിങ്ങളെ ഒരു പൂർണ്ണ മനോരോഗിയായി കാണാതിരിക്കാൻ വേണ്ടിയാ. ഇനി ഒരു കാര്യം കൂടി,
ഞാൻ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതേ നിങ്ങളുടെ നാവുകൊണ്ട് തന്നെ അതൊന്ന് തിരുത്തി പറയണം. എനിക്ക് മാനസികമായി ഒരു തകരാറുമില്ലെന്നും ബുദ്ധിസ്ഥിരതയുള്ള ഒരു സാധാരണ സ്ത്രീയാണ് ഞാനെന്നും നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറയുന്നത് കേട്ടിട്ട് വേണം എനിക്ക് എന്റെ അപ്പുനെയും കൊണ്ട് ഈ വീടിന്റെ പടിയിറങ്ങാൻ. അത്രയെങ്കിലും സൗമനസ്യം നിങ്ങൾ എന്നോട് കാണിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഒപ്പിട്ട് തരാം. എടുക്ക് നിങ്ങളുടെ എഗ്രിമെന്റ്. സംശയിക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഒപ്പിട്ട് തരാൻ ഞാൻ തയ്യാറാ. പക്ഷേ നിബന്ധനകൾ മറക്കരുത്. താങ്ക്സ് ഫോർ എവറിത്തിങ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ല. ഞാൻ അവളോട് പറയുന്നിടം വരെ. ഇനി നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ഉറങ്ങാൻ തോന്നുന്നു, അല്ലേ വിപി? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോ നീ എന്താ ഇവിടെ? കൺഗ്രാറ്റ്സ് വിപി. അല്പം ഭ്രാന്തും വട്ടും ഒക്കെ അഭിനയിക്കേണ്ടി വന്നെങ്കിലും ഉദ്ദേശിച്ച കാര്യം നേടിയെടുത്തല്ലോ. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വിപി സാറേ. വിചാരിച്ചതുപോലെ ഭാര്യ ഡിവോഴ്സ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റില്ല. എന്റെ അമ്മ മനോരോഗിയാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ എന്തോ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അതിലും വലിയൊരു സീനാ ഞാനിപ്പോ എന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തത്. അപ്പോ ഓഹോ, അപ്പൊ അമ്മയും മോളും കൂടി എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു അല്ലേ? പാവ അമ്മയെ വിട്ടേക്ക് സാറേ. ഞാൻ നിങ്ങളെ ട്രാപ്പ് ചെയ്യായിരുന്നു. ഗീതാലക്ഷ്മി നിങ്ങളെ ഈ മുറിയിൽ വന്ന് വിളിച്ചുണർത്തിയിട മുതൽ ദാ നിങ്ങൾ എന്റെ ഈ ക്യാമറ കണ്ണുകളിലായിരുന്നു. വിപി സംവിധാനിച്ച സിനിമയാണോ അതോ അപ്പുവിന്റെ സിനിമയാണോ സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്നതെന്ന് നമുക്ക് വഴി അറിയാം. എന്നാ പിന്നെ വിപി സാർ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ആഗ്രഹിച്ച കാര്യം സാധിച്ച ദിവസമല്ലേ, സന്തോഷത്തോടെ ഉറങ്ങിയാട്ടെ. ഗുഡ് നൈറ്റ്. അപ്പോ നീ എന്നോട് പിണങ്ങിയിരിക്കുകയാണെന്നറിയാം. ഐ എം സോറി. അമ്മ പ്ലീസ്, എന്നോട് ഇത്രയും ചെയ്ത പോരെ. ഇനിയിപ്പോ സോറിയും കൂടി പറഞ്ഞ് അപമാനിക്കണം. അമ്മയെങ്കിലും എന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമെന്നും ഞാൻ പറയുന്നത് അനുസരിക്കുമെന്നും വിചാരിച്ചു. പക്ഷെ അവിടെ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും നിനക്ക് വേണ്ടി ആയിരുന്നില്ലെന്ന് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ അപ്പു? കൊള്ളാം, നീ തന്നെ ഇത് പറയണം. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ലെന്ന് എനിക്കറിയാം. എന്നോട് ആലോചിക്കാതെ ആ എഗ്രിമെന്റിൽ വിപിക്ക് സൈൻ ചെയ്ത് കൊടുക്കരുതെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ അമ്മയോട് പറഞ്ഞതാ. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ ഗുണത്തിന് വേണ്ടിയല്ലെന്നും അമ്മയ്ക്കറിയാം. എന്നിട്ടും ഭർത്താവിനോടുള്ള സ്നേഹവും കൂറും കാണിക്കാൻ ഞാൻ അറിയാതെ പോയിരിക്കുന്നു.
ഇത്രയും ദ്രോഹിച്ചിട്ടും ആ മനുഷ്യനെ ഇങ്ങനെ സ്നേഹിക്കാൻ ഇപ്പോഴും എങ്ങനെ കഴിയുന്നു അമ്മയ്ക്ക്? ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിലും ആരെയും കുറ്റം പറയാൻ എനിക്ക് അവകാശമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയി തീർന്നതിന് ഞാനാണല്ലോ കാരണം. എനിക്ക് വേണ്ടിയാണല്ലോ ഈ നാടകം മുഴുവൻ എല്ലാരും കൂടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എന്താ അമ്മയ്ക്കൊന്നും മിണ്ടാനില്ലേ? അതോ എന്നോട് മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നിയതോ? ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അപ്പു. നിന്നോട് ആലോചിക്കാതെ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. അതിന്റെ കാരണം എന്താണെന്നറിയുമ്പോൾ ഒരുപക്ഷെ നിനക്ക് അമ്മയോട് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കും. വിപിയുടെ മനസ്സ് ഏത് നിമിഷവും കൈവിട്ടു പോകുന്നൊരവസ്ഥയിലാണ്. അതിന് ഇതായിരുന്നോ പരിഹാരം? ഒരു പരിധിവരെ ഇത് തന്നെയായിരുന്നു പരിഹാരം. വിപിയുടെ നിബന്ധനകളെല്ലാം ഞാൻ സമ്മതിച്ചു എന്നറിഞ്ഞാൽ തന്നെ തൽക്കാലത്തേക്കെങ്കിലും ആ മനസ്സൊന്ന് ശാന്തമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി. അല്ലെങ്കിലും എനിക്കോ നിനക്കോ വിപിയുടെ സ്വത്തുക്കളിലായിരുന്നില്ലല്ലോ താല്പര്യം. ഇനി നമുക്ക് വേണ്ടി വിപിക്ക് ഒരു നല്ല ഭർത്താവോ അച്ഛനോ ആവാൻ കഴിയില്ലെന്ന് വിപി തന്നെ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു ഒപ്പിന്റെ പേരിൽ നമ്മൾ എന്തിനു വിപി ഇവിടെ തളച്ചിടണം? പൊയ്ക്കോട്ടെ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ പാവം. നീ എന്നോട് പിണങ്ങില്ലേ അപ്പു? 26 കൊല്ലം ഭർത്താവായ ഒപ്പം കഴിഞ്ഞൊരാൾ ഭ്രാന്തനായി കാണാതിരിക്കാൻ വേണ്ടിയാ അമ്മ അത് ചെയ്തത്. അത് നീ മനസ്സിലാക്കണം. അൺനോൺ നമ്പർ ഇതാണല്ലോ. ഹലോ, ആരാ? ആ, അമ്മയോ? അമ്മ ഇതെവിടുന്നാ വിളിക്കുന്നത്? ദർശനം കഴിഞ്ഞോ? ആ, അത് ശരി. ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഞാനും മുരളിയേട്ടനും ആവുന്നത് പറഞ്ഞതല്ലേ ഇപ്പോഴീ യാത്ര വേണ്ടെന്ന്. അമ്മ ഇപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയല്ലോ. എന്നാ വൈകിട്ടത്തെ ട്രെയിനിൽ തിരിച്ചു കയറ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക്? ആ ശരി, എന്നാ ട്രെയിനിൽ കയറിയിട്ട് വിളിക്ക. ആ, ഫോൺ ചാർജ് ചെയ്തിട്ട് വിളിക്കണേ.
ശരി അമ്മേ. എന്താ അശ്വതി, അമ്മ ഇപ്പൊ എവിടുന്നാ വിളിച്ചേ? ഗുരുവായൂരിന്ന്. ആ, അവിടുന്ന് ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു പോരുവാന്ന്. എന്തു പറ്റി? പെട്ടെന്ന് പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് ഇങ്ങനെ തിരിച്ചു പോരെ? 10 ദിവസത്തെ തീർത്ഥാടനം എന്ന് പറഞ്ഞല്ലേ പോയത്? അമ്മയുടെ കാര്യമല്ലേ, ഏത് സമയത്താ മനസ്സ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഗുരുവായൂർ ചെന്നപ്പോ മുതല് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ ആരോ തോന്നിപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് തൊഴുതിറങ്ങി രാത്രിയിലുള്ള ട്രെയിനിൽ കയറുന്നാ പറഞ്ഞത്. എനിക്കപ്പോഴേ അറിയായിരുന്നു മാളുവിന്റെ കല്യാണം അമ്മയ്ക്ക് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഈ വിളി ഞാൻ ഇന്നോ നാളെയോ പ്രതീക്ഷിച്ചിരുന്നതാ. അമ്മയുടെ ഫോണിന് എന്ത് പറ്റി? ചാർജ് തീർന്ന് ഓഫായി പോയിന്ന്. അവിടുത്തെ ഹോട്ടലിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അവിടുത്തെ ഫോണിൽ നിന്നാ വിളിച്ചത്. തിരിച്ചു വരുന്നതൊക്കെ കൊള്ളാം. ജോബിന്റെ പുതിയ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞ് വീണ്ടും ദേഷ്യം മൂത്ത് ഇറങ്ങി പോവാതിരുന്നാ മതിയായിരുന്നു. അതെ, വന്നു കഴിഞ്ഞാ ഇനി അത്തരം കാര്യങ്ങളൊന്നും അമ്മ കേൾക്കാൻ ഡിസ്കസ് ചെയ്യാൻ നിൽക്കണ്ട. മാളുവിനോടും പറഞ്ഞേക്ക്. അതിനിപ്പോ കല്യാണക്കാര്യത്തെ പറ്റി എന്താ ഇത്രമാത്രം ഡിസ്കസ് ചെയ്യാനുള്ളത്? എല്ലാം അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഏതായാലും കല്യാണ സമയത്ത് അമ്മ ഇവിടെ ഉള്ളത് നന്നായി. ഗസ്റ്റുകളെ പലരെയും അമ്മ അങ്ങ് ഡീൽ ചെയ്തോളൂ. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഓഫീസിൽ നിന്ന് നേരത്തെ വരാം. വന്നിട്ട് വിപിയുടെ വീട്ടിലേക്ക് പോവാം. അവിടുന്ന് നമുക്ക് കല്യാണം ക്ഷണിച്ചു തുടങ്ങാം. ഓ, ഞാൻ വരുന്നില്ല. ഏയ്, അത് മോശമല്ലേ? നിന്നെ പറ്റി ചോദിച്ചാ സുഖമില്ലെന്നെന്തെങ്കിലും പറഞ്ഞാ മതി. സത്യം പറഞ്ഞാ ഗീതേച്ചിയുടെ സങ്കടം കാണാൻ വയ്യാഞ്ഞിട്ടാ. ഞാൻ പോയിട്ട് വരാം. എന്തേ നിർത്തിക്കളഞ്ഞത്? പേടിച്ചു പോയോ? ഭാര്യയുടെ മുമ്പിൽ ഭ്രാന്ത് കളിച്ച് ചുളുവിനൊരൊപ്പം തട്ടിയെടുത്ത് കൂടും കുടുക്കിയെടുത്ത് VP സാർ എങ്ങോട്ടാ സ്ഥലം വിടാൻ പോകുന്നത്? ചെയ്ത മഹാപാപങ്ങളെല്ലാം കഴുകിയിറക്കാൻ കാശിയിലേക്കോ അതോ രാമേശ്വരത്തേക്കോ? എങ്ങോട്ടാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാനുള്ള മിനിമം മര്യാദയെങ്കിലും കാണിക്കണ്ടേ VP സാറ്? എന്നോട് പറഞ്ഞില്ലെങ്കിലും സ്വന്തം ഭാര്യയോടെങ്കിലും സാറിന് അത് പറയാമായിരുന്നു. ഇന്നലെ രാത്രി അമ്മ ആ സൈൻ ചെയ്ത് തന്നപ്പോ മുതൽ VP സാറിൽ നിന്ന് ഇങ്ങനൊരു സീൻ ഞാൻ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടാ നേരം വെളുത്തപ്പോ മുതൽ ഞാൻ ഈ വരാന്തയിൽ കാത്തിരുന്നത്. ഭാഗ്യം സാർ എന്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല. അല്ല, ഇന്നലെ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ച ഭ്രാന്തൊന്നും ഇപ്പൊ സാറിന്റെ മുഖത്ത് തീരെ കാണുന്നില്ലല്ലോ. എന്തുപറ്റി? ആ ഒപ്പ് കിട്ടിയപ്പോഴേക്കും വിജയ് പണിക്കരുടെ ഭ്രാന്തൊക്കെ ആവിയായി പോയോ? ഇങ്ങോട്ട് മാറ്. ഇങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞത്? ഇല്ല സാറേ, ഈ ഗേറ്റ് ഇനി തുറക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പെട്ടിയും പ്രമാണം എടുത്ത് റൂമിൽ പോണം. ഇന്നു മുതൽ വിജയ് പണിക്കർ ഹൗസ് അറസ്റ്റിലാണ്.